എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി പവർ ബാങ്ക് ഇത് നിങ്ങൾക്ക് നൽകും 72 മണിക്കൂർ ചാർജിംഗ് എക്സ്പീരിയൻസ്. ബാർ കോഴക്കേസിൽ KM മാണിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. കേസ് ഒതുക്കാൻ മാണിയുടെ മകനും മരുമകനും ഇടപെട്ടുവെന്ന ബാർ ഉടമകളുടെ സംഭാഷണം പുറത്ത്. CD നിയമസഭയുടെ മേശപ്പുറത്ത് 116 കോടിയുടെ റിക്കവറി ഇളവിലൂടെ 15 കോടിയുടെ അഴിമതി മാണി നടത്തിയെന്ന് സഭയിൽ വി ശിവൻകുട്ടി. നിയമസഭയിൽ മാണിയും VS-ഉം നേർക്കുനേർ. മാണി നരകത്തിൽ പോകുമെന്ന് VS. മാണി വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല. രോഷം പൂണ്ട് മാണി. VS അന്തിക്രിസ്തുവെന്ന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. ബില്ലിൽ 11 ഭേദഗതികൾ. ശിവസേന വിട്ടുനിന്നു. നിലവിലെ സ്ഥിതി നോക്കി സ്ഥലത്തെ കരഭൂമിയായി നിർണ്ണയിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. മയക്കുമരുന്ന് മാഫിയ ഹബ്ബായി കൊച്ചി മാറിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കൊക്കൈൻ കേസിന് അന്താരാഷ്ട്ര ബന്ധം. ഷൈൻ ടോം ചാക്കോ അടക്കം 5 പേരുടെ ജാമ്യാപേക്ഷ തള്ളി. ലോകകപ്പിൽ ഇന്ത്യക്ക് 5ാം ജയം. അയർലൻഡിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. ശിഖർ ധവാന് ടൂർണമെന്റിൽ 2ാം സെഞ്ചുറി. ബാർ കോഴക്കേസിൽ ധനമന്ത്രി KM മാണിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. കേസ് ഒതുക്കാൻ മാണിയുടെ മകനും മരുമകനും ഇടപെട്ടു എന്ന് വ്യക്തമാക്കുന്ന ബാർ ഉടമകളുടെ സംഭാഷണമടങ്ങിയ CD പുറത്തുവന്നു. ബിജു രമേശ് വിജിലൻസിന് നൽകിയ CDയുടെ പൂർണ്ണരൂപമാണ് പുറത്തു വന്നിരിക്കുന്നത്. വി ശിവൻകുട്ടി CD നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഈ വിഷയത്തിൽ തത്സമയ ചർച്ച നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന്. അന്ന് അഭിലാഷ സംസ്ഥാന ബജറ്റിന് നിയമസഭാ മന്ദിരം ഒരുങ്ങുമ്പോൾ വീറും വാശിയും അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് ഇവിടെ. വിജയപരാജയങ്ങൾ സർക്കാരിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും എന്നതിനാൽ ഇരുപക്ഷവും കരുതലോടെയാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, PC ജോർജ്, RS ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ വി ശിവൻകുട്ടി എന്നിവരാണ് എന്നോടൊപ്പം നിയമസഭാ മന്ദിരത്തിലുണ്ടാവുക. PC ജോർജ്, ശിവൻകുട്ടി ഇപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിയമസഭയ്ക്കകത്തും പുറത്തും ആ ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണ്? മുമ്പ് ബജറ്റ് വിറ്റു എന്ന് പറയുന്ന KM മാണി ഇപ്പോൾ പല വൻകിട വ്യവസായികൾക്കും അവർ നികുതി പണമായി അടക്കേണ്ട തുകയ്ക്ക് സ്റ്റേ നൽകിയത് മുഖേന കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ആക്ഷേപങ്ങൾ നിരന്തരമായി മാണിക്കെതിരെ ഉയർന്നു വരികയാണല്ലോ. ഇത് കരുതി കൂട്ടി ഒരു വ്യക്തിയെ തേജോവധം ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടി മുഴുവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നല്ലാതെ വേറെ അർത്ഥമില്ല. കാരണം ശിവൻകുട്ടി പറഞ്ഞ കാര്യം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ബിജു എന്ന് പറയുന്ന, ഞാൻ കള്ള് ഷാപ്പുകാരെന്ന് പറഞ്ഞ് തെറ്റെത്തിരിക്കുകയാണ്. കള്ള് കച്ചവടം ഞാൻ പണ്ട് പോലെ വന്നത് എല്ലാം എല്ലാം കള്ള, ബ്രാൻഡി, വിസ്കി ഇതെല്ലാം പറയാൻ പറ്റില്ല. ഈ ബിജു എന്ന് പറയുന്ന സുഹൃത്ത്, എൻ്റെ ഒരു ചോദ്യം, 3 മാസമായി ഇതെല്ലാം കൂടെ കൊണ്ട് വെച്ചുകളും ഇതൊക്കെ വെച്ചുകളും എന്താണ് തരാത്തത്, എന്താണ് കേൾപ്പിക്കാത്തത്? ഇത് കച്ചവടക്കാരെല്ലാം കൂടെ നിരാശാബാധിതർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ലൈസൻസ് നഷ്ടപ്പെട്ടതിന് വൈരാഗ്യത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്നുവെച്ചാൽ അതെല്ലാം കൂടെ CD ആക്കിയിട്ട് ഇത് KM മാണിക്കെതിരെ തെളിവാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചിലവാവില്ല. ശുദ്ധ ഫോഷ്കാണ്. ശിവൻപട്ടിയെ പോലുള്ള MLA മാർ ഈ നിലയിൽ പോകുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. മാണി സാറിനെ ഊതിക്കാച്ചിയ പൊന്നുപോലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനാണ് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റ് എല്ലാ കൊല്ലവും അവതരിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ 13ാമത്തെ ബഡ്ജറ്റ് 13-ാം തീയതി കൃത്യം 9 മണിക്ക് കേരള നിയമസഭയിൽ വെക്കും. ഒരു സംശയം വേണം. ശിവൻകുട്ടി, VS അച്യുതാനന്ദൻ KM മാണി നരകത്തിൽ പോകുമെന്നും വറക്കലും പൊരിക്കലും ഒക്കെയാണ് മരണാനന്തരം അദ്ദേഹം അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് സ്പെസിഫിക്കായി ചില ആരോപണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. 116 കോടി രൂപയുടെ നികുതി പണം അതിന് സ്റ്റേ നൽകിയിട്ട് 15 കോടി രൂപ വാങ്ങിയെന്നാണ്. നിയമസഭയ്ക്ക് അകത്ത് മാത്രമല്ല, താങ്കൾ നിയമസഭയ്ക്ക് പുറത്തും ഉന്നയിക്കുന്നു. എന്ത് ഉത്തരവാദിത്തമാണ് ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ താങ്കൾ പ്രകടിപ്പിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലഘട്ടത്തിൽ ഞാൻ ശ്രീ KM മാണിക്ക് എതിരെ 27.43 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ സ്പീക്കറുടെ അനുവാദത്തോടുകൂടി നിയമസഭയിൽ എഴുതി കൊടുത്തു. നമ്മുടെ നാട്ടിൽ അഴിമതി കാണിക്കുന്നതും കൈക്കൂലി വാങ്ങുന്നവരാരും വന്ന് ഞാൻ കൈക്കൂലി വാങ്ങിയൊന്നും പറയാറില്ലല്ലോ. എങ്കിൽ പിന്നെ എന്നേ രാജ്യം രക്ഷപ്പെട്ടു പോയത്. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു നടപടിയും എടുക്കാതെ എത്ത സാഹചര്യത്തിൽ 4/3/2015 ഞാൻ വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വിജിലൻസ് ജഡ്ജിക്ക് പ്രഥമദർശ്യ അതിൽ ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
290 CMB 2015 കേസ് അഡ്മിറ്റ് ചെയ്ത് അടുത്ത മാസം 4-ാം തീയതി കേസിൻ്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, 2013 ഏപ്രിൽ മാസം 3 മുതൽ 2014 മാർച്ച് മാസം 1 വരെ ശ്രീ മാണി സാറ് കൊടുത്തിട്ടുള്ള സ്റ്റേ, ബാക്കി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തിട്ടുള്ള സ്റ്റേ 116,15,62,953 രൂപയുടെ റവന്യൂ റിക്കവറി സ്റ്റേ ആണ് കൊടുത്തിരിക്കുന്നത്. റവന്യൂ ആക്ട് പ്രകാരം ഒരു മന്ത്രിക്ക് അങ്ങനെ നമ്മൾ ഇവിടെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ്. എം എൽ എമാർക്ക് ശമ്പളം കിട്ടുന്നില്ല, വാസ്തു വികസന ഫണ്ട് പിന്നെ കിട്ടുന്നില്ല. മാത്രമല്ല 512 രൂപ കറണ്ട് ബില്ല് അടക്കാനുള്ളവർക്ക് സ്റ്റേ കൊടുക്കുകയല്ല ചെയ്യുന്നത്. 50 കോടി രൂപയും 20 കോടി രൂപയുള്ള വൻകിടക്കാർക്കാണ് സ്റ്റേ കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ്. പ്രിയങ്കരനായി എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഇടതുപക്ഷ MLA അല്ലേ, അത് നമ്മൾ സ്റ്റേ കൊടുത്തത് തെറ്റാണ്. സ്റ്റേ കൊടുക്കണമെന്ന് സ്റ്റാൻഡിലാണ് ഞാൻ. കാരണം മനസ്സിലാക്കണം, പറയട്ടെ, 1 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. 1 ലക്ഷം കൊടുത്തോ? പറയട്ടെന്ന് അല്ല, 50 കോടി കിട്ടാനുണ്ട്. ആ 50 കോടിക്ക് ജപ്തിയായിട്ട് നടന്നാൽ 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ കോടതി ഉള്ളിടത്തോളം കാലം അത് ഈടാക്കി കിട്ടില്ല. ഈ 50 കോടിക്ക് 1/3 അടയ്ക്കാനും ഒരു 10 ഗഡുവായിട്ട് അടയ്ക്കാൻ കൊടുത്താൽ ഒരു 11 മാസം കൊണ്ട് പണം ഖജനാവിലേക്ക് വരും. ഏതാ ലാഭം? സ്റ്റേ കൊടുത്തേ പറ്റൂ. അതിനകത്ത് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ഞാൻ ആരോപണത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷണം നടത്തിയിട്ട് ഒരു സ്വർണ്ണക്കടക്കാരന് നമ്മുടെ ഒരു സ്വർണ്ണക്കട പി സി ജോർജ് തന്നെ ഈ ആദ്യം ബാർക്കോഴ വന്നപ്പോൾ പറഞ്ഞെന്താണ് 1 കോടിയല്ല 20 കോടി രൂപയുടെ അഴിമതി നടന്നെന്ന് ആദ്യം പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞ ആളല്ലേ പി സി ജോർജ്? 20 കോടി 16 കോടി പിന്നെ ഒരു സ്വർണ്ണക്കടക്കാരന് പിന്നെ 16 കോടി 55,49,443 രൂപയുടെ സ്റ്റേ മാണി കൊടുത്തിരിക്കുന്നു. ഒരു ഉദാഹരണം, സ്റ്റേ കൊടുത്തിരിക്കുന്ന ആ പൈസ അടയ്ക്കണ്ട എന്ന് പറഞ്ഞ് സ്റ്റേ കൊടുത്തിരിക്കുന്ന എത്രയും 6 വർഷത്തേക്ക് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. കൊച്ചിയിലെ ഒരു പ്രമുഖ ഷോപ്പിംഗ് മാളിന് 11 കോടി 96,161 രൂപയുടെ സ്റ്റേ കൊടുത്തിരിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം MLA, ഇവരെല്ലാം അങ്ങനെ ഉള്ളവർ തന്നെയാണ്. നമ്മളൊക്കെ സ്റ്റേ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ കൊടുക്കുന്ന സ്റ്റേ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വീട് വയ്ക്കുക, ലോൺ എടുത്തു, 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം, അതൊക്കെ ചിലപ്പോൾ 2, 3, 4 ഗഡുക്കളായിട്ട് അടക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഇത് നിങ്ങൾ വേറൊരു കാര്യം ചോദിക്കണം. ഒരു ആയുർവേദ കമ്പനിക്ക് 50 കോടി രൂപ അടയ്ക്കേണ്ടതാണ് പിന്നെ സ്റ്റേ കൊടുത്തത്. എന്നിട്ട് ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ എന്നിട്ട് ഇതിൽ ഏറ്റവും വളരെ രസകരമായ കാര്യം, ഞാൻ ഇന്നിപ്പോൾ നിയമസഭയിൽ ഉന്നയിച്ച ശ്രീധരയും എന്ന് പറയുന്ന കമ്പനിക്ക് തോമസൻ ഗ്രൂപ്പുകാർക്കും കൂടി 52 കോടി അടക്കം മാനസാറിൻ്റെ ഒരു കമ്മീഷൻ റേറ്റ് അനുസരിച്ച് 10% വെച്ച് ഇതിന് കൂട്ടുമ്പോൾ 11 കോടി 61 ലക്ഷം രൂപയുടെ പിന്നെ അഴിമതി മാണിസാർ ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു കാസറ്റ് സണ്ണി ജോസഫ് ജോൺ കല്ലാട്ട് അറിയാത്ത ആളല്ലല്ലോ സണ്ണി ജോസഫിന്. ഇവിടെ ശ്രീ വി ശിവൻകുട്ടി ഒരു കഥ പറയുകയാണ്. ജോൺ കല്ലാട്ടിന് 8 കോടി രൂപയുടെ ഒരു നികുതി പണം അടക്കാനുണ്ട്. 25 ലക്ഷം രൂപ മാണിസാർ അതിൽ കൈക്കൂലി ചോദിക്കുന്നു. അങ്ങനെ 25 ലക്ഷം രൂപ കൊണ്ടു കൊടുക്കുന്നു. 25 ലക്ഷം രൂപ കൊണ്ടു കൊടുക്കുമ്പോൾ 6000 രൂപയുടെ ഒരു കുറവുണ്ടാകുന്നു. മാണിസാർ ആ ഉത്തരവിൽ ഒപ്പിടുന്നത് ഈ 6000 രൂപയുടെ 6,000 രൂപയുടെ നോട്ട് ജോൺ കല്ലാട്ട് വീട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമാണ്. അതായത് എണ്ണി ചോദിക്കുന്നു എന്ന് മാത്രമല്ല, എണ്ണി നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഉത്തരവിൽ ഒപ്പിടുന്നുള്ളൂ. മാണിസാർ, നികേഷ്, ഇത്രയും ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് തന്നെ വേണം. ആർക്കും പറയാം. ശിവൻകുട്ടിയുടെ പറഞ്ഞതുപോലെ ശിവൻകുട്ടി തന്നെ പറയുന്നത് എന്താണ്? ഒരു അനുമാനമാണ്. 50 കോടി രൂപയ്ക്ക് സ്റ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10% വാങ്ങിയിട്ടുണ്ടെങ്കിൽ 5 കോടി എന്ന ഒരു അനുമാനം എന്നല്ലാതെ ഇത് കൊടുത്തവരാരും പറയുന്നില്ല. സ്റ്റേ ഞങ്ങളൊക്കെ ചിലപ്പോൾ ശുപാർശ ചെയ്യും. സ്റ്റേ കണ്ടീഷണൽ സ്റ്റേ ആണ്. അതിലെ ഒരു ഗഡുക്കൾ അടയ്ക്കണം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പണം അടയ്ക്കണം. ചെറുതും വലുതുമായ സംഖ്യയ്ക്ക് ഏത് ഗവൺമെൻറ്റും സ്റ്റേ കൊടുക്കാറുണ്ട്. കാരണം അത് ഗവൺമെൻറ്റിലേക്ക് പണം പിരിഞ്ഞു കിട്ടണമെങ്കിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി
പണം അടയ്ക്കേണ്ട വ്യക്തികൾക്ക് ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും, കൊടുത്തിട്ടുണ്ട്. ഞാനും മാണി സാറിനിടയ്ക്ക് ഈ വിവാദങ്ങൾ വന്നതിന് ശേഷവും ഒന്നോ രണ്ടോ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഞാനും MLA എന്നുള്ള നിലയ്ക്ക് പെറ്റിഷൻ കൊടുത്ത് സ്റ്റേ ഓർഡർ സമ്പാദിച്ചിട്ടുണ്ട്. 15 കോടി വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, ചെറിയ സംഖ്യ, ലക്ഷങ്ങൾ മാത്രം. സാധാരണക്കാരുടെ ലക്ഷങ്ങൾ മാത്രമാണ് എന്റെ എടുത്തു വരുന്ന. അതിലൊന്നും ഒരു ന്യായ പൈസയുടെ മറ്റു തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഇല്ല. ഒരു ചായ പോലും ആർക്കും വാങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇവിടെ ശിവൻകുട്ടി പറയുമ്പോൾ അതിലേക്ക് എവിഡൻസ് വേണം. നികേഷ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ജോൺ കല്ലാട് ആണത് പറയേണ്ടത്. ഞാനിങ്ങനെ പണം കൊടുത്തു എന്ന് എല്ലാത്തിനും ഒരുപോലുള്ള ഒരു തെളിവ് നമുക്ക് തരാൻ കഴിയില്ലല്ലോ. ഇന്നിപ്പം വി ശിവൻകുട്ടി നിയമസഭയ്ക്ക് അകത്ത് വെച്ച് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ഒരു ടേപ്പുണ്ട്. ആ ടേപ്പിൽ 5-8 ബാർ ഉടമകൾ ചേർന്നിട്ട് ജോസ് കെ മാണി എന്ന കെ മാണിയുടെ മകനെ ഫോണിൽ വിളിക്കുകയാണ്. 2 ഉപാധികളാണ് വെക്കുന്നത്. ഒന്ന്, ബിജു രമേശിനെതിരെ തുടർ നടപടികൾ ഉണ്ടാകാൻ പാടില്ല, അതായത് ശത്രുതാപരമായ നിലപാടുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, ഞങ്ങൾ ബിയർ വൈൻ പാർലറിന് തൽക്കാലത്തേക്ക് എഗ്രി ചെയ്യുന്നു, കോടതിയിൽ നമ്മൾ പോകും, ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കണം, അങ്ങനെ അത് ബാറാക്കി തന്നെ തരും, അവിടെ അവസാനിപ്പിക്കണം നിയമ നടപടികൾ, പിന്നീട് അപ്പീലിന് പോവുക എന്ന പരിപാടിയൊന്നും പറ്റില്ല. ഇവിടെ എഗ്രി ചെയ്യുകയാണ്. ആരാണ് എഗ്രി ചെയ്യുന്നത്? ജോസ് കെ മാണി എന്ന് പറയുന്ന MP. PC ജോർജ് ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. അതിന്റെ അകത്ത് റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഇപ്പൊ ചർച്ച ചെയ്തപ്പോ എന്താണ്, അത് ജോസ് കെ മാണിയുടെ ശബ്ദമാണോ എന്ന് ക്ലിയർ അല്ല. ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ശബ്ദമല്ല. PC ജോർജിന് അറിയാവുന്ന ആളാണല്ലോ ജോസ് കെ മാണി. ഒരു കാര്യം ജോസ് കെ മാണി അങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്ന കാസറ്റ് എവിടെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി ഒന്ന് പറയാറ്. ശിവൻകുട്ടി ഇപ്പൊ ശിവയുടെ 50 കോടി 60 കോടി സ്റ്റേ കൊടുത്തു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം. ഒരു മിനിറ്റ് അനുവദിക്കും. നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ ചെന്നാലും ഈ 3-1 അടച്ച് 10 ഗഡുക്കളായിട്ടാക്കിയാൽ ഓർഡർ കിട്ടും. 1% ആർക്കും കൊടുക്കണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുക്കുന്നുണ്ട്. ഹൈക്കോടതി കൊടുത്താൽ അതിന് ഹൈക്കോടതി സ്റ്റേ കൊടുക്കും നികേഷേ. ഇത് ശിവൻകുട്ടിയുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ ഹൈക്കോടതി പോയി കിട്ടുന്ന സാധനത്തിന് മാണി സാറിന് കാശ് കൊടുക്കണോ? അപ്പൊ വെറുതെ ഇങ്ങനെ ആരോടും ഉന്നയിക്കും. ഹൈക്കോടതി കിട്ടുന്നതിന് മാണി സാറിന് കാശ് കൊടുക്കണം. എന്ത് ന്യായം? ഞാൻ അതെല്ലാം ഹൈക്കോടതിയിൽ പോകുന്നതും മാണി സാറ് സ്റ്റേ കൊടുക്കുന്നതും ആ മാണി സാർ സ്റ്റേ കൊടുത്ത് കാശ് വാങ്ങുന്നതും ഒക്കെ രണ്ടാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചെന്ന് ഒരു കേസ് ഫയൽ ചെയ്ത് വക്കീലിനെ വിളിച്ച് വാദം നടത്തി അത് മാറ്റിവെച്ച് 1-2 മാസക്കാലം കഴിഞ്ഞ് 3 മാസക്കാലം കഴിഞ്ഞ് സ്റ്റേ വാങ്ങുന്നേക്കാൾ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം 15 കോടി രൂപയിൽ അതിൽ വക്കീലിന് കൊടുക്കുന്ന ഫീസ് മാണി സാറിന് കൊടുത്താൽ സ്റ്റേ കിട്ടും. അതല്ലേ എളുപ്പം. കേരളത്തിൽ ആരും നികുതി അടക്കാനുണ്ട് എന്ന് പറഞ്ഞ് കോടതി പോയാലുണ്ടല്ലോ, കോടതി അതിന് ഇൻസ്റ്റാൾമെൻ്റായി കൊടുക്കുമായിരിക്കും. ഇൻസ്റ്റാൾമെൻ്റായി കൊടുക്കുന്നു കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ അപ്പീലില്ല. നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റായി അത് അടക്കേണ്ടി വരും. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി പ്രവർത്തിക്കുന്നത് പോലും ഈ നികുതി പണം കൊണ്ടാണല്ലോ. അതുകൊണ്ട് നികുതി അടക്കേണ്ടതില്ല. 2 വർഷത്തേക്ക് സ്റ്റേ ഒന്നും ഒരു കോടതിയും തരാൻ പോകുന്നില്ല. പക്ഷേ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് മാണി സാർ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം സ്റ്റേ കൊടുക്കാണ്. സമയം കൊടുക്കുന്ന കോടതി അല്ല. അത് താങ്കൾക്ക് പഴയ എന്തോ ഒരു അറിവിന്റെ തുക അടക്കാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വൻകിട വ്യവസായികളിൽ നിന്നാണ് കോടതി ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. എന്ത് പറഞ്ഞാലും ഇത് വിശ്വസിക്കില്ലേ? കാരണം ചീഫ് വിപ്പ് ആയിട്ടുള്ള എന്റെ സുഹൃത്ത് പണ്ട് LDF ഉണ്ടായിരുന്ന ആള് ഇതേപോലെ അഴിമതി കാര്യങ്ങൾ അന്നും കൊണ്ടുവന്നിട്ട ആള് ഇന്ന് നിയമസഭയിൽ ഒരു പ്രശ്നം ഉന്നയിച്ചു. ശർമ്മ ഉന്നയിച്ചു. ഈ നമ്മുടെ ഒരു പാവപ്പെട്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ വണ്ടി കയറ്റി കൊന്ന പിന്നെ എന്താ മുഹമ്മദ് നിഷാം. ആ മുഹമ്മദ് നിഷാം രക്ഷിക്കുന്നതിന് വേണ്ടി ഭരണകക്ഷിയിൽപ്പെട്ട 2 MLA-മാർ 6 കോടി രൂപ വാങ്ങിയതായി ഇന്ന് നിയമസഭയിൽ PC ജോർജ് പറഞ്ഞതായി ശർമ്മ ഉന്നയിക്കപ്പെട്ടു. സഭയിൽ ആരും തന്നെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. 3 കോടി എന്ന് PC എന്നോട് പറഞ്ഞതാണ്.
അത് പറഞ്ഞത് അങ്ങനെയും ആരോപണമുണ്ട്. സഭയിൽ നിഷേധിക്കപ്പെട്ടിട്ടില്ല. സഭയിൽ നിങ്ങളൊക്കെ നിഷേധിക്കും. ഞാൻ ഏറ്റവും നിങ്ങൾ വഴങ്ങണ്ടേ? ഞാൻ പറഞ്ഞ എന്താ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യമില്ല. ഈ 3 കോടി എന്നുള്ളത് സണ്ണി ജോസഫിന്റെ പാർട്ടിപ്പെട്ട 2 പേരെ കുറിച്ചാണല്ലോ പി സി ജോർജ് പറയുന്നത്. ഇതേ വൈത്തീശൻ ഇടപാടിൽ കെ മാണി ഇടപെട്ടു എന്ന് പി സി ജോർജ് പറഞ്ഞിട്ടില്ലേ? എന്നെ പറയാൻ അനുവദിക്കണം. എന്താ മാണി സാർ ഇടപെട്ടത്? എന്താ ഇടപെട്ട്? അത് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം 50 കൊല്ലത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. മനസ്സിലാക്കണം. ഏറ്റവും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇതൊന്ന് പറയട്ടെ, ചോദ്യം ചോദിച്ചപ്പെടരുത്. ഒന്ന് അങ്ങനെ പറയാതെ നികേഷ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് എന്താ, മാണി സാറിന്റെ അടുത്ത് കേരള കോൺഗ്രസ്സുകാരനായ തൃശ്ശൂർകാരൻ വന്ന് ഒരു നിവേദനം പറയണം, വൈത്തീശന് വേണ്ടി പറയണമെന്ന് പറഞ്ഞു. വൈത്തീശനെ മാണി സാറിന് അറിയില്ല. മാണി സാർ കമ്മീഷനെ വിളിച്ചു. കമ്മീഷൻ പറഞ്ഞു ഇതുപോലെ ഫ്രോഡാണ് ഇവൻ, ഇതിൽ ഇടപെടാൻ പാടില്ല, ഞാൻ ഇടപെടുന്നില്ല എന്ന് മാണി സാർ പറഞ്ഞു. അതൊരു പ്രശ്നം തീർന്നില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന മാണി സാറിനെ കുറിച്ച് വി ശിവൻകുട്ടി ഇന്ന് നിയമസഭയിൽ പറയുന്ന ഒരു കാര്യം ആരോപിക്കല്ല. വി ശിവൻകുട്ടി പറയുന്നത് എത്ര 2.5 ഹെക്ടർ ഭൂമി മാത്രമുള്ള കെ മാണി എങ്ങനെ ഇന്ന് കോടീശ്വരനായി എന്നാണ്. 64 എത്ര ഏത് വർഷമാണ്? 65 രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങും. അല്ല, രാഷ്ട്രീയ MLA 2.5 ഹെക്ടർ ഭൂമിയാണ് ആകെ ഉണ്ടായിരുന്നത്. പിന്നീട് നിയമസഭയിൽ ഇതേ പി സി ജോർജ് തന്നെ ഉന്നയിച്ച ആക്ഷേപമാണ് ഏത് എന്തായിരുന്നു? അത് പാലാഴി. സത്യത്തിന് വിരുദ്ധമായിട്ട് പറയരുത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതി കൊടുത്ത് കെ നയനാർ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. ഇങ്ങനെ വിളിച്ചു, താൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചു, അയാളെ കിട്ടത്തില്ലടേ, അതിനകത്ത് വസ്തുവിന് വില കിട്ടി, വിലയുണ്ട്, അതുകൊണ്ട് അതിനകത്ത് കട്ടായിട്ടോ തെളിവില്ല, പോട്ടെന്ന് പറഞ്ഞു. പാലാഴിവിടെ 2.5 ഹെക്ടർ ഭൂമി മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന കെ എം മാണി ഇന്ന് സമ്പാദിച്ച സ്വത്തുമായി മാന്യമായ കുടുംബത്തിൽ പെൺമക്കളെ കെട്ടിച്ചു വിടുള്ളൂ. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പെൺമക്കളെ കിട്ടുന്നത് മക്കൾ നല്ല നിലയിലായി പോയി. എന്ത് പഠിച്ചു? ഞാൻ പറയാം. കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം നല്ലവണ്ണം പിന്നെ പി സി ജോർജിന് അറിയാവുന്ന ആളാണ്. അറിയാവുന്ന ആളാണ്. നേരത്തെ LDF-ലായിരുന്ന സമയത്ത് ശക്തിയായി തന്നെ പി സി ജോർജ് പിന്നെ ഉള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. ഇപ്പൊ ചീഫ് ഇപ്പം എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നതിന് വേണ്ടി കഴിയില്ല. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, ഇന്ന് കേരളത്തിലെ റിലയൻസ് ആണ് കെ എം മാണി എന്ന് ഞാൻ പറയുകയാണ്. റിലയൻസ് ആണ് കെ എം മാണി കുടുംബം. അങ്ങനെ തന്നെയാണ്, സംശയമില്ല. ഞാൻ പറയട്ടെ, ഓരോ ജില്ലയിലുള്ള സ്വത്തുവിനും പറയണോ? ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെ പറയിക്കാൻ ഉദ്ദേശിച്ചില്ല. എന്താണെന്നറിയോ, ശിവൻകുട്ടി വേണേ എറണാകുളം 100 കോടി, കോഴിക്കോട് 500 കോടി. ഹോട്ടൽ മുതൽ ഉള്ള കാസർഗോഡ് വരെയുള്ള സ്ഥാപനങ്ങളുടെ പേര് ഞാൻ പറയാം. അത് മാണി സാറിന് ഇവിടെ സാധനം പറയട്ടെ. മാണി സാറിന് 5 പെൺമക്കളുണ്ട്. മാന്യമായ ക്രൈസ്തവ കുടുംബങ്ങളിൽ സമ്പന്നന്മാരായ ആളുകളാണ് പെൺമക്കളെ കെട്ടിച്ചു വിട്ടത്. അവരെല്ലാം ബിസിനസ്സുകാരാണ്. ഡോക്ടർ സേവർ മാത്യുവിനാണല്ലോ ഇവിടെ ഹോട്ടലുള്ളത് അല്ലേ? ആ സേവർ മാത്യു ആണ് ഒരു ജോർജ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരുമായി പിന്നെ നമ്മുടെ ബിജു രമേശിനെ കാണാൻ വേണ്ടി പോവുകയും 10 കോടി രൂപ ഓഫർ ചെയ്യുകയും കേസിൽ നിന്ന് വിഡ്രോ എന്ന് പിന്നെ പറയുകയും ഇതെല്ലാം രേഖയാണ്. പിന്നെ പറയുകയും അവസാനം ബിജു രമേശൻ പറഞ്ഞു, കെ എം മാണിയുടെ സ്വത്ത് ടോട്ടലി ഇട്ട് തൂക്കിയാലും ഞാൻ ആ പറഞ്ഞതിന് വിഡ്രോ ഞാൻ പിന്മാറുന്ന പ്രശ്നം ഇല്ല എന്ന്. അങ്ങനെ പിന്മാറാത്ത ആളാണെങ്കിൽ ശിവൻകുട്ടി എന്റെ ചോദ്യം, മാണി സാറും ഞാനും സംസാരിച്ചത് എല്ലാ കാസറ്റും ഉണ്ടെന്ന് ഒന്നിങ്ങോട്ട് കൊട്, തീരട്ടെ പ്രശ്നം. എത്ര നാളായി? 3 മാസമായില്ലേ? ബിജു രമേശ് പറഞ്ഞാണല്ലോ തീരും എങ്ങനെയാണെന്നറിയാം. കേരളത്തിൽ
5 വർഷക്കാലം 5 പതിറ്റാണ്ട് കാലം പാരമ്പര്യമുള്ള അങ്ങ് പറയുന്ന KM മാണി സാറ്, 13ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന KM മാണി സാറ്, ആ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആക്ഷേപങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമാണ് 1 കോടി രൂപ കോഴ പാലയിലെ വീട്ടിലും തിരുവനന്തപുരത്തെ വീട്ടിലും വെച്ച് വാങ്ങിയെന്നും വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടെന്നും അതിനെ തുറന്നുള്ള ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നു. വിജിലൻസ് ഒരു കേസ് ചാർജ് ചെയ്തു. ആ KM മാണിക്ക് രജിസ്റ്റർ ചെയ്തു. ഈ KM മാണിക്ക് നമ്മുടെ നാട്ടിലുള്ള സാധാരണ പൗരനും പിന്നെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും CRPC അനുസരിച്ചും ഒരേ നിയമമാണ് ഉള്ളത്. കേരളത്തിലെ പോലീസ് ചെയ്യേണ്ടെന്താ, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടെന്താ, മാണി സാറിനെ അറസ്റ്റ് ചെയ്യണം. മാണി സാറിനെ അറസ്റ്റ് ചെയ്യണം. വീട് റെയ്ഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യണം. വീട് റെയ്ഡ് ചെയ്യണം. അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ല. കോടതി പരിശോധിച്ചതല്ല. ഈ ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റേജിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കോടതിയുടെ മുമ്പാകെ നിങ്ങൾ കൊണ്ടുവരണം. ശ്രീ RS ബാബു, ഇപ്പൊ നമ്മളിപ്പോ നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ CPM പറഞ്ഞിരുന്നത് ചോരപ്പുഴ ഒഴുകും, അതുപോലെ തന്നെ മാണിയെ നിയമസഭയ്ക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഇവിടെ കുറച്ച് ആളുകൾ കൂടുമായിരിക്കും. അതിനപ്പുറത്തേക്ക് KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞാനത് ഇതാ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ലേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വായിച്ച് തന്നെ അവതരിപ്പിക്കും. കേരളത്തിലെ ഞാൻ ഒരു സെക്കൻഡ്, എന്റെ പൊന്ന് PC ജോർജ്, സാധാരണ 2.5 മണിക്കൂർ നേരമാണല്ലോ KM മാണി സാർ കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റ് വായിച്ചത്. KM മാണി സാറ് കേരള നിയമസഭയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ന്റെ മെമ്പർമാർക്ക് ജീവനുണ്ടെങ്കിൽ 2.5 മണിക്കൂർ നേരം ബഡ്ജറ്റ് വായിക്കില്ല. 2.5 മണിക്കൂർ, അത് ഏത് 2.5 മണിക്കൂർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മിണ്ടാൻ കഴിയാതിട്ട് അദ്ദേഹം ഇരുന്നോണ്ട് അവതരിപ്പിച്ചത്. എന്റെ ശിവൻകുട്ടിയോട് PC കേരള കോൺഗ്രസ്സുകാരൻ പറയുന്നു, വളരെ അന്തസ്സായിട്ട് നിയമസഭ നിന്ന് എന്ത് ചെയ്യാൻ കേരളത്തിലെ CPM-ന്റെ അംഗങ്ങളുണ്ട്? 40 എത്ര ഉണ്ടല്ലോ, എന്ത് ചെയ്യും നിങ്ങൾ? ഇവരെ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും ഉള്ള പ്രവർത്തകരെ മാത്രമാണ് ഇവിടെ മുന്നിൽ കൊണ്ടുവരാൻ പോകുന്നത്. തിരുവനന്തപുരം മാത്രം. അതായത് അന്ന് ഞങ്ങളുടെ DYFI-ക്കാർ രാത്രി കാവൽ സമരം ഇവിടെ നടത്തുന്നുണ്ട്. BJP-ക്കാർ സമരമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സമരം തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് മാത്രം ഇവിടെ നടത്തുന്നു. എത്ര പേര് കാണും? എത്ര പേരുണ്ടാവുമെന്ന് PC ഓർജിരിക്കുന്നു. 10,000 പേര് കൂടുതൽ വരുമോ? അല്ല, അതിൽ കൂടുതൽ വരും. ഏകദേശം അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എനിക്ക് കംപ്ലീറ്റ് കണക്കറിയണം. അവര് എന്തായാലും ഇന്ന് നമ്മുടെ KM മാണിക്കാവിനെ കോട്ടയത്ത് വെച്ച് ഞാൻ ബഡ്ജറ്റ് അവതരിക്കുക ആവശ്യമില്ലാതെ CPM-കാരെന്ന് മെനക്കെട്ട് കാശ് മുടക്കി വണ്ടി പിടിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയുകയും ഇന്ന് രമേശ് ചെന്നിത്തല ഇന്ന് വെല്ലുവിളിച്ചല്ലോ. ഞാൻ ബഡ്ജറ്റ് വെല്ലുവിളിച്ചെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ KSUവിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അത് പറഞ്ഞല്ലോ, പോട്ടെ. അപ്പോൾ ഞങ്ങൾ പരമാവധി CPM-ന്റെ പ്രവർത്തകർ ഉണ്ടാവും ഇവിടെ. എവിടെ ഇതിന്റെ ഒരു ഭൂമിശാസ്ത്രം ശിവൻകുട്ടിക്കറിയാലോ, മേയർ ആയിരുന്ന ആളാണല്ലോ. ഇവിടെ നിർത്തുമായിരിക്കും നിങ്ങൾ കുറെ പേരെ. പിന്നെ ബാക്കി ഗേറ്റൊക്കെയോ? അല്ല, അവിടെ പിന്നെ അപ്പുറത്ത് അവിടെ നിയമസഭയ്ക്കകത്ത് അതിന്റെ സാങ്കേതിക കാര്യം കേരള സർക്കാർ ഉണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ആ ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി KM മാണി സാർ ആണെങ്കിൽ, കേരള കോൺഗ്രസ് പാർട്ടി മുന്നണിയിലുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, KM മാണി സാർ 13-ാം തീയതി 9 മണിക്ക് നിയമസഭയ്ക്കകത്ത് ബഡ്ജറ്റ് വായിച്ച് അവതരിപ്പിച്ചിരിക്കും. എത്ര വാചകം വായിക്കും? ഒരു ആരോഗ്യം പോലെ. വയസ്സ് 83. അല്ല, ആരോഗ്യമൊക്കെ എടുക്കട്ടെ, അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട്. നല്ല വാങ്ങാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ വാങ്ങാനുള്ള ആരോഗ്യം. ഇതൊക്കെ ഇങ്ങനൊന്നും പറയരുത്. എന്തൊരു രസമാണ്. ഒരു ന്യായം വേണ്ട. അല്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാണ്ട്. സാങ്കേതികത്വമൊക്കെ അറിയണം. കാരണം നമുക്ക് ഇതിന്റെ ഒരു ഭൂമിശാസ്ത്രം അറിയാമല്ലോ. നിങ്ങൾ എവിടെയാണ് പുറത്തും അകത്തുമുള്ള സമര പരിപാടി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ശ്രീ KM മാണി നാളെ ഈ 2 നിയമസഭാ ഗേറ്റ് വഴി ഞങ്ങൾ കടത്തിവിടുന്ന പ്രശ്നമില്ല. ബാക്കി പുറകെ കൂടെ കയറാം. MLA-മാരെ ഞങ്ങൾ തടയില്ല, മറ്റ് മന്ത്രിമാരെ തടയില്ല.
KM മാണി സാറിനെ ഞങ്ങൾ ഇതിനകത്തേക്ക് പിന്നെ കയറ്റിവിടുന്നതിന് വേണ്ടി അനുവദിക്കില്ല. അത് ഇനി എത്ര ഗേറ്റ് ഉണ്ട് ഇവിടെ ഉള്ളത് വെച്ചാൽ നമുക്ക് കാർ ഓടിച്ചു വരാം. ഒന്ന് MLA ക്വാർട്ടേഴ്സ് ഫ്രണ്ടിലൊരു ഗേറ്റ്, ഒന്ന് പിന്നെ ഈ ഗേറ്റ് 2, മറ്റൊന്ന് സ്പീക്കർ പിന്നെ വീടിൻ്റെ ഫ്രണ്ട് വഴിയുള്ള ഒരു ഗേറ്റ് 3. ഈ 3 ഗേറ്റാണ് നമുക്ക് പിന്നെ MLA ക്വാർട്ടേഴ്സിന് ഡയറക്റ്റ് ഒരു ഗേറ്റ് ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. MLA ക്വാർട്ടേഴ്സ് MLA ക്വാർട്ടേഴ്സ് തടയില്ലെന്നാ പറയുന്നത്. MLA ക്വാർട്ടേഴ്സ് MLA-മാര് വരുന്ന ആ വഴിയിൽ കൂടെ മാണിസാർ വരും. മാണിസാർ ഒന്നും തടയും. അവിടെ നിങ്ങൾ ആൾ നിർത്തുവോ? ആളുണ്ടാവും. അപ്പൊ ഞങ്ങളെ കയറ്റി വിടും. MLA വരെല്ലാം കയറ്റി വിടും. ശല്യമില്ലല്ലോ. എത്ര പേരെയാണ് നിങ്ങൾ മൊബിലൈസ് ചെയ്യാൻ നോക്കുന്നത്? ഞങ്ങൾ പരമാവധി അതൊക്കെ ഒരു നമ്മളങ്ങനെ പോലീസിൻ്റെ, കാരണം എല്ലാ ജില്ലകളിൽ നിന്നും പോലീസിനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വാച്ച് ആൻഡ് വാർഡിന് പിന്നെ വെള്ള യൂണിഫോം പിന്നെ 500 പേർക്ക് തയ്ക്കാൻ വേണ്ടി അവർ കൊടുത്തിട്ടുണ്ട്. പുതിയ വാച്ച് വെള്ള ഇട്ടുകൊണ്ട് അതിനകത്ത് കയറാൻ വേണ്ടി പറ്റുള്ളൂ. നിയമസഭയ്ക്കകത്ത് കയറാൻ പോലീസിനെയാണോ ഈ വെള്ള പിന്നെ ഉടുപ്പിട്ട് കയറ്റാൻ പോകുന്നത്? വാച്ചന്മാരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഒരു വാച്ചന്മാരിനെ ഉപയോഗിക്കേണ്ട കാര്യം നിയമസഭയ്ക്കകത്ത് പോലീസിനെ കയറ്റുന്ന പ്രശ്നമില്ല. UDF MLA-മാർക്ക് കഴിവുണ്ടെങ്കിൽ മാണിസാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുക, അത്ര തന്നെ. അതാണ് യഥാർത്ഥത്തിൽ PC ജോർജ് വ്യക്തമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ശ്രീ G. കാർത്തികേയൻ സ്പീക്കറായിട്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യം ഈ വാച്ച് ആൻഡ് വാർഡിനെ അവിടെ നിന്നും യഥാർത്ഥത്തിൽ ഈ സംഘർഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നെ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ 13-ാം തീയതി KM മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭ വാച്ച് ആൻഡ് വാർഡിൻ്റെ ഒരു കോട്ടയാക്കി മാറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. PC ജോർജാണ് സണ്ണിയോസഫാണ് പറയേണ്ടത് മറുപടി. സണ്ണിയോസഫാണ് ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത ശിക്ഷ. അല്ല, ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ബഹുമാനനായ G. കാർത്തികേയൻ ചെയ്ത ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തെ വേണ്ടത്ര രൂപത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഉൾക്കൊണ്ടിട്ടില്ല. പിന്നീട് അവർ ബഹളം വെച്ചു. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറി, അവിടെ മുദ്രാവാക്യം വിളിച്ചു, മൈക്ക് പിടിച്ചു. അപ്പൊ പ്രതിപക്ഷം അവിടെ എന്താണ് മഹാത്മാഗാന്ധി അഹിംസ എന്ന് പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം തല്ലിയപ്പോൾ 3ാമത്തെ പ്രാവശ്യം ബ്രിട്ടീഷുകാർക്ക് തല്ലാൻ കഴിയാതിരുന്നത് അതൊരു വലിയ ആയുധമായി മഹാത്മാഗാന്ധി ഉയർത്തിക്കാട്ടി എന്നതുപോലെ തന്നെ G. കാർത്തികേയൻ V. ശിവൻകുട്ടി 1 or 2 പ്രാവശ്യം അതിന് മുകളിൽ കയറിയിട്ടുണ്ടോ, പിന്നീട് താഴെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് വലിയൊരു ഡിറ്ററൻസ് ആണ് അവരെ ഇതേ ആയുധം തന്നെ ഇന്നലകളിൽ പെരുമാറിയ ശിവൻകുട്ടി പെരുമാറിയ ആ രൂപത്തിലുള്ള വയലേഷൻസേ ഉള്ളെങ്കിൽ ആ രൂപത്തിലുള്ള വാച്ച് ആൻഡ് വാർഡ് ഉണ്ടാവുള്ളൂ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഞാനൊരു കാര്യം പറയാം. അതായത് ഒരു സംശയം വേണ്ട, വാച്ച് ആൻഡ് വാർഡ് നിയമസഭയ്ക്കകത്ത് കയറുന്ന മുൻ സ്പീക്കർ GK നമ്മുടെ പ്രിയങ്കരനായ G. കാർത്തികേയന്റെ തീരുമാനം അഭിലാഷം ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തതാണ്. ഒരു വാചകം വായിച്ചു കേൾക്കില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. കേരളത്തിലെ CPM MLA-മാർക്ക് ജീവനുണ്ടെങ്കിൽ ഒരു വാചകം ബജറ്റ് വായിക്കില്ല. നികേഷ് മനസ്സിലാക്കണം, നിയമസഭയ്ക്കകത്ത് ഒരു MLA പണ്ട് പാവപ്പെട്ട MP രാഘവനെ പണ്ട് ചവിട്ടി തുലയ്ക്കാൻ തുടങ്ങിയാൽ വാച്ചാമ്പടി കയറാതിരിക്കാൻ പറ്റുമോ? സ്വാഭാവികമല്ലേ? അതുകൊണ്ട് നിങ്ങൾ വാച്ചാമ്പാട് കയറരുന്ന കേട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളായി പെരുമാറണം. ഞാൻ പറയാം, ഇപ്പോൾ ഡൽഹിയിൽ പാർലമെൻറ്റിൽ നമ്മുടെ UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന അവസരത്തിൽ ഏതാണ്ട് പല ഘട്ടങ്ങളിലായിട്ട് 1 വർഷക്കാലമാണ് BJP അവിടെ സ്തംഭിപ്പിച്ചത്. അവിടെ വാച്ച് ആൻഡ് വാർഡ് സാറിന് പാർലമെൻറ്റിൽ കയറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിവിടെയും ഞങ്ങൾക്ക് പിന്നെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളുടെ ഭരണപക്ഷം നിങ്ങൾ പ്രതിപക്ഷമാണ്. ഇല്ലേ, ഏറ്റവും വലിയ കക്ഷി CPM ആണ് നിയമസഭയിൽ. ഏറ്റവും വലിയ ഒറ്റ കക്ഷി CPM ആണ് നിയമസഭയിൽ. നമ്മൾ തമ്മിൽ 3 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴല്ല ഞാൻ പറഞ്ഞ ആദ്യം അതിനുശേഷം നിങ്ങൾ പിന്നെ കുറച്ചവരൊക്കെ കാലുമാറി വ്യത്യാസം വന്നു. ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ മാന്യമായിട്ട് അംഗീകരിക്കാനോ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിൽ ശരിയായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും
രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ശരിയായ തീരുമാനം എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജനാധിപത്യ വേദി എന്നുള്ള നിലയിൽ അവിടെ പ്രതിഷേധിക്കാതെ ഞങ്ങൾ അവിടുത്തെ ചായ കുടിക്കാനും TND വാങ്ങാനാണോ നിയമസഭയ്ക്കകത്ത് വരുന്നത്? ഇവിടെ ശ്രീ സണ്ണി ജോസഫ്, ഇപ്പോൾ എനിക്ക് ശ്രീ ശിവൻകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് KM മാണി ആ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ശിവൻകുട്ടി അടക്കമുള്ള CPM MLA പോയി KM മാണിന്ന് ആ ബജറ്റ് വാങ്ങി കിറിക്കളയും. അപ്പം പണ്ടൊരു സംഭവമുണ്ട്, ഒരു വലിയ തമാശ പറയാം. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഇതുപോലെ തന്നെ പോക്കറ്റിൽ വേറൊന്നുണ്ടായിരുന്നു. പ്രതിപക്ഷം പറയാൻ തുടങ്ങിയപ്പോഴത്തേന് ഓടിച്ചെന്ന് അത് കയറി. പുള്ളി ചിരിച്ചോണ്ട് ഈ പോക്കറ്റിൽ നിന്ന് അടുത്ത് എടുത്തു, അത് കയറി. അപ്പൊ പുള്ളി ഈ പോക്കറ്റിൽ അടുത്തിടും, മൂന്നാമത്തെ എടുത്തു. എന്നുവെച്ചാൽ പുള്ളി പറഞ്ഞു ഇതെനിക്ക് അറിയാമായിരുന്നത്. ചരിത്രമാ ഇതെല്ലാം പോലെ സന്തോഷമായി ബഡ്ജറ്റ് അവതരിപ്പിക്കും. കാര്യം ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഐക്യകാല രൂപീകരണത്തിന് ശേഷം നമ്മളെ ഒരു പെർമനന്റ് കക്ഷി ഇവിടെ അധികാരത്തിൽ വരുന്നില്ല, ഓൾട്ടർനേറ്റീവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഗവൺമെൻറ്റുകൾ വരും, അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ തന്നെ നമ്മളിൽ ഉത്തരവാദിത്തങ്ങൾ വരും. അപ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്കും കേരളത്തിലെ പിന്നെ ബലാബലത്തിൽ ചെറിയ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളും LDFിൻ്റെ ഗവൺമെൻറ് വരും, UDFിൻ്റെ ഗവൺമെൻറ് വരും. നമുക്കപ്പോൾ ജനങ്ങളുമായിട്ട് ഒരു പ്രതിബദ്ധതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ് നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയൊക്കെ ഈ വിഷയങ്ങൾ വന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പിന്നെ തയ്യാറായി നിങ്ങൾ മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കും. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. അല്ല, കോൺഗ്രസിന്റെ വക്താവ് തന്നെ അതിനെയാണ് പറഞ്ഞത്. നേരത്തെ ഇവര് ആക്ഷേപം മാണി സാറ് മുഖ്യമന്ത്രി ആകട്ടെ, ഉമ്മൻചാണ്ടി മാറട്ടെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അത് മാറി ഇപ്പൊ നേരെ തിരിച്ച് മാണി സാറിന് പകരം ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കട്ടെ തോന്നും പോലെ പറയുന്നു എന്നുള്ളതാണ്. അതാണ് LDF. അല്ല, ഇതിനകത്ത് സണ്ണി ജോസഫ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ലോഗനിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല. KM മാണിക്കെതിരായിട്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിൽ നിന്ന് മാറാതിരിക്കുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി വിശുദ്ധനാണെന്ന് പറയുന്നില്ല. ഉമ്മൻചാണ്ടി ഏറ്റവും അശുദ്ധനായ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ KM മാണി ഇങ്ങനെ പണം സമ്പാദിക്കുന്ന ഒരാളായി മാറിയിട്ടുള്ളത്. ഇത്രമാത്രം കൊള്ള നടത്താൻ കഴിയുന്ന ഒരു ധനകാര്യമന്ത്രിയായി മാറാൻ മാണിക്ക് കഴിഞ്ഞിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഉമ്മൻചാണ്ടി അവതരിപ്പിക്കട്ടെ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താ? ഉമ്മൻചാണ്ടി അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ജനങ്ങളുടെ മുന്നിൽ കൈക്കൂലി വാങ്ങിയ ഒരു കേസ് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സ്ഥിതിയിലാണ് പറയുന്നത് ഏത് മാണി മാറി നിന്നിട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. PC ജോർജ് അവതരിപ്പിച്ചോട്ടെ, മറ്റൊരാളെ തെരഞ്ഞെടുത്തിട്ട് അവതരിപ്പിച്ചോട്ടെ. അതിനുള്ള എത്രയധികം ആരോപണങ്ങളാണ് ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് അടിക്കുകയാണ്. ഈ ശിവൻകുട്ടിയെ പോലുള്ള മാന്യന്മാരൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഇത് പുള്ളി പറയുന്നത് എന്താന്ന് പുള്ളിയോട് പിന്നെ ചോദിച്ചാൽ അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അറിയാം. ഞാൻ പറയാം, കോൺഗ്രസിന്റെ രണ്ടുപേര്. ഒരു മിനിറ്റ്, ഇന്നിപ്പം ശിവൻകുട്ടി സഭയുടെ മേശപ്പുറത്ത് വെച്ച ടേപ്പ്, ആ ടേപ്പിൽ ജോസ് കെ മാണിയായിട്ട് ഇവർ സംസാരിക്കുകയാണ്. എനിക്ക് വിശ്വാസം ഉപാധികൾ ഇങ്ങനെ പറയാണ്. ഓക്കെ എന്ന് അങ്ങോട്ട് പറയുക എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ജോസ് കെ മാണിയുടെ എൻ്റെ സാറേ ജോസ് കെ മാണിയുടെ സൗണ്ട് ഉള്ളത് കൊണ്ടാണ് ജോസ് കെ മാണി എന്ന കേരളത്തിൽ നിന്നുള്ള 20 ലോക്സഭാംഗങ്ങളിൽ ഒരാളെ വിജിലൻസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അല്ലെങ്കിൽ എങ്ങനെ വിജിലൻസ് ചോദ്യം ചെയ്യുക? എങ്ങനെ വെറുതെ ഒരു MP-യെ വിളിച്ച് ചോദ്യം ചെയ്യുക? എത്ര പ്രാവശ്യമായി കേൾപ്പിക്കുന്നു? ഞാൻ കേട്ടില്ല. താങ്കൾ കേട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല. അതിനകത്ത് ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ആരാ ഈ സണ്ണി ജോസഫിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോൺ കല്ലാട്ട് എന്ന് പറയുന്ന ബാറുടമ. കെ സുധാകരന്റെ കാര്യത്തിൽ കെ സുധാകരൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ അടുത്ത് പോയി ഒരു പ്രസംഗം നടത്തിയില്ലേ, ഞാനൊരു സുപ്രീം കോടതി ജഡ്ജി നേരിട്ട് കൈക്കൂലി വാങ്ങുന്നു കണ്ടു എന്ന് പറഞ്ഞത്. അത് ഈ ജോൺ കല്ലാട്ടിന്റെ കാര്യത്തിലാണ് പറഞ്ഞത് അല്ലേ ശ്രീ സണ്ണി ജോസഫ്? ആയിക്കോട്ടെ, അറിയോ അറിയില്ലെന്ന്. എന്നിട്ട് ജോൺ കല്ലാട്ട് ജോസ് കെ മാണിയെ ഈ യോഗത്തിന്റെ നടുവിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് വിധി കിട്ടും, അതിന് അപ്പീൽ പോകാൻ പാടില്ല.
അംഗീകരിക്കുകയാണ്. അത് ഞങ്ങൾ അല്ല ഉണ്ട് അംഗീകരിക്കുകയാണ്. അപ്പോൾ പറയാണ് കെ ബാബുവിനോടും ഞങ്ങൾ CM-നോടും സംസാരിക്കുന്നുണ്ട്, സാറ് കൂടി ഇക്കാര്യം ഒന്ന് മനസ്സിൽ വെക്കണം എന്ന് പറയുന്നത് ശരിയാണ്, അംഗീകരിക്കുകയാണ്. അടുത്തത് ബിജു രമേശിന് ഇനി എതിരെ നടപടി ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാവില്ല എന്ന് പറയാം. പിന്നെയാണ് നേരത്തെ ശ്രീ ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ച മറ്റേ മാണി സാറിന്റെ മരുമകൻ 10 കോടിയും കൊണ്ട് വരികയാണ്. ബിജു രമേശിന് 10 കോടി രൂപ പേഴ്സണലായിട്ട് കൊടുക്കാം. അല്ല ഇതിലൊക്കെ വിജിലൻസിന്റെ അന്വേഷണ പരിധി വരികയാണ്. നിങ്ങളിപ്പോ ഈ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ കടിച്ചു നിൽക്കുകയാണല്ലോ. ഒരു വിജിലൻസ് ഒരു അന്വേഷണം നടത്തുന്നു. നിങ്ങൾക്ക് മാണി സാറിനെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നു, നിങ്ങൾ ഇതിനൊക്കെ ഒഴിവാക്കി കൊടുക്കുമായിരുന്നല്ലോ. ഈ ടേപ്പ് എല്ലാം തന്നെ വിജിലൻസിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് മാണിയെ കുറ്റവിമുക്തനാക്കാൻ കഴിയാതിരിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവും ചീഫ് വിപ്പ് ഇരിക്കേണ്ട ഞാൻ ഒരു കാര്യം, ഞങ്ങൾ ഈ നേരത്തെ പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ബാർ ഉടമകളും അതേപോലെ തന്നെ ഞങ്ങളെ എപ്പോഴും ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷവും ഞങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരു കഴമ്പുമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ കോൺഗ്രസിൻ്റെ നേതാവായ ഹോം മിനിസ്റ്ററും മുഖ്യമന്ത്രിയുടെ മൗനാനുഭവത്തോടു കൂടി വിജിലൻസിനെ കൊണ്ട് മാണിയെ 1-ാം പ്രതിയായിട്ടുകൊണ്ട് കേസ് പിന്നെ ചാർജ് ചെയ്ത് അന്വേഷണത്തിനോട് ഉത്തരവിട്ടത്? ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് തള്ളിക്കളയാറില്ല. അതെന്തുകൊണ്ടാണ് വ്യക്തമല്ല. ഇന്നും പറഞ്ഞല്ലോ ഹൈക്കോടതി വിധി പറഞ്ഞല്ലോ. ഹൈക്കോടതി സുനിൽകുമാർ പോയപ്പോ ഹൈക്കോടതി പറഞ്ഞല്ലോ കേസില്ലെങ്കിൽ നിങ്ങൾക്ക് മാണിക്കെതിരെ കേസ് എടുക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി ഇല്ലില്ല. അതിന്റെ അകത്ത് എന്താ പറഞ്ഞത്? വിതൗട്ട് ഗോയിങ് ടു ദ വെറാസിറ്റി, ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ തന്നെ ഈ ആരോപണം ഒരു കേസിനെ കുറിച്ചാണ് എങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ലളിതകുമാരി കേസാണ്. ഈ 3 മാസം നീണ്ടുനിന്ന ക്വിക്ക് വെരിഫിക്കേഷനിലൂടെ ഇതിനകത്ത് യഥാർത്ഥത്തിലെ ഫൗൾ പ്ലേ നടന്നിരിക്കുന്നു. മാണി വ്യക്തിപരമായിട്ട് തന്നെ പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേസ് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്. പ്രാഥമികമായിട്ട് വന്നിരിക്കുന്നു. അത് കണ്ടെത്തിയത് കൊണ്ടാണ് എസ് പി രാജ്മോഹനെ മാറ്റിയിട്ട് പുതിയൊരു യൂണിറ്റിനെ കൊണ്ടാണ് സംബന്ധിച്ചിടത്തോളം മാണിയെ കുറ്റവിമുക്ത അല്ലെങ്കിൽ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഗവൺമെന്റിന് സ്വന്തം മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടി വന്നിട്ടില്ലല്ലോ. 1. 2, ബജറ്റ് അവതരിപ്പിക്കേണ്ട മന്ത്രിക്കെതിരെയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ആരോപണമോ ബജറ്റ് വിറ്റ് കാശാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ നിങ്ങൾ കുറ്റവിമുക്തനാക്കാതിരിക്കുമോ? ഇന്ന് നിയമസഭയിൽ അത് പറയുന്നുണ്ട്. നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നുണ്ട്. മാണിയെ ഇപ്പൊ കുറ്റവിമുക്തനാക്കാൻ പറ്റുന്നില്ല. അനിവാര്യമാകുന്നു. നമുക്ക് വളരെ വേഗത്തിൽ തിരികെ എത്താം. അവർ തുടരുന്നു. നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ ഇപ്പോൾ നമ്മോടൊപ്പം PC ജോർജ്, വി ശിവൻകുട്ടി, സണ്ണി ജോസഫ്, RS ബാബു എന്നിവരാണ് തുടരുന്നത്. കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കുക? കേരള നിയമസഭയിലെ CPM അംഗങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ KM മാണി ബജറ്റ് വായന പൂർത്തിയാക്കില്ല എന്നാണ് വി ശിവൻകുട്ടി വെല്ലുവിളിച്ചത്. PC ജോർജ്, താങ്കളുടെ മറുപടി അതിനെന്തായിരുന്നു? കേരള സംസ്ഥാനമുണ്ടെങ്കിൽ, കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, ആ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവൺമെൻറ് ധനകാര്യമന്ത്രി മാണി സാറാണ്. മാണി സാർ കൃത്യം 9 മണിക്ക് നിയമസഭയിൽ ബഡ്ജറ്റ് 13ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് വായിച്ച് പൂർത്തിയാക്കണം എവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഏതായാലും നിന്ന് വായിക്കും. ഏത് എതിർപ്പിനെ നേരിട്ടുകൊണ്ടും ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കും. ഒരു വിട്ടുവീഴ്ചയും. PC ജോർജ്, ഒരു ചെറിയ സംശയം. കേരള സംസ്ഥാനം ഉടലെടുത്തതിന് ശേഷം ഒരു ധനകാര്യമന്ത്രി ബജറ്റ് വിൽക്കുന്ന ആളായതുകൊണ്ട്, കോഴ വാങ്ങുന്ന ആളായതുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കരുത് എന്ന് കേരളമാകെ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ട് മാണി സാറ്
ഈ 13-ാം തീയതി നിയമസഭയിലേക്ക് കയറി വരുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം 12-ാം തീയതി തന്നെ ഈ നിയമസഭയിൽ കിടന്നുറങ്ങുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കൊല്ലങ്ങളും 12ാമത്തെ ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിച്ചോ അതുപോലെ മാണി സാറ് നിയമസഭയ്ക്കകത്ത് വന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഈ ഇടതുപക്ഷത്തിന് ഉമ്മാക്കിയൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാകാനാണ്. ഐക്യ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് ആണെങ്കിൽ അവതരിപ്പിക്കും. പിന്നെ തല്ലും കൊല്ലുന്നു, ഞങ്ങളാരെയും വെടിവെക്കാൻ പറയല, രക്തപ്പുഴയൊന്നും വേണ്ട ഇവിടെ. അതൊന്നും ചെയ്യുന്നത് കേട്ടോ ശിവൻകുട്ടി. നമ്മൾ സ്നേഹമായിട്ട് പോകണം, വഴക്കുണ്ടാക്കരുത്. നിങ്ങൾ മര്യാദയ്ക്ക് പിന്നെ വഴക്കുണ്ടാക്കിയോ? കോടിയേരി മേടിച്ച വെള്ളം ചീറ്റുന്നതിനുള്ള ജലപീരങ്കി, അതൊക്കെ ഉപയോഗിക്കും. ഗ്രനേഡൊക്കെ അതൊക്കെ കോടിയേരി മേടിച്ച് വെച്ചിരിക്കുന്ന, അതെല്ലാം ഉപയോഗിക്കും. അതൊന്നും ഉപയോഗിക്കരുതെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതൊന്നും ഉപയോഗിക്കാതെ സൗമ്യമായി ഈ കാര്യം നടക്കണം. ദൈവത്തെ ഓർത്ത് മനുഷ്യ കൊലയ്ക്ക് കൊടുക്കില്ല ശിവൻകുട്ടി. നമുക്കത് വേണ്ട. നിങ്ങൾ സമരം ചെയ്തു, മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചോട്ടെ, മാണി സാർ ബഡ്ജറ്റ് അവതരിച്ച് പൊക്കോളും. ഞങ്ങൾ കോട്ടയത്ത് സ്വീകരണം കൊടുക്കാൻ പോവുക. ഈ യുവമോർച്ചക്കാര് കേരളത്തിൽ നിന്ന് മുഴുവൻ ആളുകളെ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമായിട്ട് മൊബിലൈസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുണ്ട് കേട്ടോ. അല്ല, ഞങ്ങളിപ്പോ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും ഒരു സർക്കാർ ഓഫീസ് രാവിലെ 6 മണി മുതൽ ഇവിടെ ഉപരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയും, തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ള എല്ലാ സ്ഥലത്തും. തിരുവനന്തപുരം ജില്ലയിലെ LDFിൻ്റെ പ്രവർത്തകരാണ്. ജനാധിപത്യപരമായി ഞങ്ങളിവിടെ ഈ പറഞ്ഞതുപോലെ ഒന്നും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നതല്ല. ശ്രീ KM മാണി, നേരത്തെ ശ്രീ RS ബാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റിന് മുമ്പും പിമ്പും അദ്ദേഹം ബഡ്ജറ്റിൻ്റെ ചർച്ചയ്ക്ക് മുമ്പും പിമ്പും കാശ് വാങ്ങിയെന്നും ഈ ബാർ കോഴയിൽ അദ്ദേഹം പ്രതിയായതുകൊണ്ട് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല, അത് മാറണം. അപ്പൊ ജനാധിപത്യപരമായി ഞങ്ങളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശം നിയമസഭയ്ക്കകത്തുമുണ്ട്, പുറത്തുമുണ്ട്. പുറത്തും ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കും. അവർക്ക് ഗവൺമെന്റ് പോലീസും ഒക്കെ അവരുടെ കയ്യിലാണ്. അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളൂട്ടെ. ഞങ്ങൾ അടിക്കാനും ബോളത്തിനൊന്നും പോകുന്നില്ല. നിയമസഭയ്ക്കകത്തും ഞങ്ങൾക്ക് അവിടെ പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട്, മുദ്രാക്കാനുള്ള അവകാശമുണ്ട്, പ്രതിച്ഛായ നഷ്ടം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDFനുണ്ടാകുന്നില്ലേ ബജറ്റ് വിൽപ്പന എന്നൊരു ആക്ഷേപം? അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ പതിയുന്ന ഒരു ആക്ഷേപമാണ്. രണ്ടാമത്തെ വളരെ ആളുകൾക്ക് നേരിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ട് പാലായിലെ മാണിയുടെ എന്നുള്ളത്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിൽ പതിയുകയും ഇവരെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് അവതരിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള മൊബിലൈസേഷൻ നിയമസഭാ മന്ദിരത്തിന് ചുറ്റും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ തോതിൽ പ്രതിച്ഛായ നഷ്ടം എന്ന് മാത്രമല്ല ഒരു തരം അഭിമാന നഷ്ടം കൂടി ഇക്കാര്യത്തിലുണ്ട്. ഇല്ലല്ല, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്തൊന്നും തെളിവില്ല. ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്രം മാണി സാറിൻ്റെ വീട്ടിലുണ്ടെന്ന് ആരെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ അത് തെളിയിക്കാനോ അത് കണ്ടെടുക്കാനോ ആരെങ്കിലും അത് കണ്ടതായിട്ടൊന്നുമില്ല. ഈ ബാറുടമകളാണ് പറയുന്നത്. ഞാൻ പറയട്ടെ ഒരൊറ്റ കാര്യം, ഈ നമുക്ക് ശരിയാണ്, നമ്മളൊന്നും കണ്ടിട്ടില്ല. മാണി സാറിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ ഒന്നും ചിലപ്പോൾ ഈ പറയുന്ന നോട്ട് എണ്ണുന്ന യന്ത്രമൊന്നും വെക്കാനുള്ള ഒരു സ്വകാര്യതയൊന്നും പോലും അവിടെയില്ല. അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഈ ബാറുടമകൾ ഇത് പറയുകയാണ്, അവിടെ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട്, ഈ പറയുന്ന 5 കോടി ആ നോട്ടെണ്ണുന്ന യന്ത്രത്തിൽ കയറിയാൽ പിന്നെ തിരിച്ചു കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. ഇതേ ബാറുടമകൾ തന്നെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ന് ശ്രീ V ശിവൻകുട്ടി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ടേപ്പിൽ ജോസ് കെ മാണിയെ വിളിച്ച് വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ സംസാരിക്കുന്നത്. എങ്ങനെ ഈ ബിജു രമേശ് ഇത്രയധികം ആക്ഷേപം ഉന്നയിച്ചിട്ട് ഈ പറയുന്ന കോർ കമ്മിറ്റി മീറ്റിങ്ങിൽ എല്ലാവരും കേൾക്കെ സ്പീക്കർ ഫോണ് ഓൺ ചെയ്തിട്ടാണ് ഈ പറയുന്ന ജോൺ കല്ലാട്ട് ഫോണിൽ ജോസ് കെ മാണിയെ സംസാരിക്കുന്നത്. ഇത്രയധികം ആക്ഷേപം ഉന്നയിക്കുന്ന ബാറുടമകളോട് ജോസ് കെ മാണി തിരിച്ച് സൗഹൃദാന്തരീക്ഷത്തിൽ സംസാരിക്കുകയാണ്. അതായത് മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വിഷയം തീർത്തു വിടണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾക്ക് പോലും ഇപ്പോൾ തോന്നുന്നത്. ഇല്ലില്ല, ബാറുടമകൾ എല്ലാവരും എതിർത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ബാറുടമകളിൽ തന്നെ ബിജു രമേശ് മാത്രമല്ലേ തെറ്റായ ഒരു ആരോപണം. മറ്റുള്ള ഉടമസ്ഥരാരും ഈ ടേപ്പ് മുഴുവൻ ഈ ടേപ്പിലെ എല്ലാവരും ഈ ആരോപണങ്ങളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാണിയായിട്ടാണോ സംഭാഷണം എന്നത് തന്നെ ഡിസ്പ്യൂട്ടഡ് ആണ്. ജോസ് കെ മാണിയായിട്ടാണ് സംഭാഷണം എന്നുള്ളത് കൊണ്ടാണ് വിജിലൻസ് ജോസ് കെ മാണിയെ വിളിച്ച് ചോദ്യം ചെയ്തത്. നേരത്തെ പറഞ്ഞ നികേഷ്, ഈ കേസിന്റെ അകത്ത് ഇങ്ങനെ ബിജു രമേശ് പറയുന്നത് കൊണ്ടാണ്
ബിജു രമേശ് ഇങ്ങനെ പറയുന്നു ജോസ് കെ മാണിയായിട്ട് സംഭാഷണം നടത്തി എന്ന് പറയുന്നത് കൊണ്ടാകാം അവര് വിജിലൻസുകാരെ ജോസ് കെ മാണിയെ കൂടി ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി സ്റ്റേറ്റ്മെന്റ് എടുക്കുകയോ അദ്ദേഹത്തോട്. അങ്ങനെ താങ്കൾക്കെതിരെ ഞാനൊരു ആക്ഷേപം വെറുതെ ഉന്നയിച്ച താങ്കളെ പോലീസ് പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്യോ? ഇല്ല, താങ്കൾ പോലീസിന് ഉറപ്പ് വേണം താങ്കളാണ് സംശയ നിവൃത്തി വരുത്താനാണ്. സംശയ നിവൃത്തി വരുത്താനൊന്നും വിളിച്ചു ചോദ്യം ചെയ്യില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ പറയാം, ഞാൻ നാഷണൽ ഗെയിംസിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് 2 പെറ്റീഷൻ, മുഖ്യമന്ത്രിക്ക് 1 പെറ്റീഷൻ, വിജിലൻസ് ഡയറക്ടർക്ക് 3 പെറ്റീഷൻ, ഇത്രയും കൊടുത്ത് അഴിമതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ലല്ലോ. അവസാനം CBI കൊടുത്തപ്പോഴാണല്ലോ കേസ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഒരു ചോദ്യം, നിങ്ങളുടെ മന്ത്രി നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മുൻ സ്പീക്കർ നമ്മുടെ വിജയകുമാർ ഇരുന്നപ്പോഴാണുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ അംഗീകരിച്ചത്. അത് തിരുവനന്തപുരം നിങ്ങളുടെ കാലത്ത് അപ്രൂവ് ചെയ്ത് നിങ്ങളുടെ കാലത്ത് വെച്ച കമ്മിറ്റി നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റന്നാൾ നിയമസഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണല്ലോ. 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇന്നിപ്പം PC ജോർജിന്റെ ഒക്കെ സഹായത്തോടു കൂടി അത് 76, 64 എങ്ങനെയാ 65 ഗണേശനെ കൂട്ടിയോ? ഗണേശൻ നിഷ്പക്ഷനാണ്, ഇവരുടെ കൂടിയിട്ടില്ല. നിങ്ങൾ കൂടെ കൂട്ടിയിട്ടില്ല, തീരുമാനിച്ചില്ല. പ്രസംഗത്തിൽ ശക്തമായിട്ട് വിമർശനം ഗവൺമെന്റിനെതിരായിട്ട് ഗണേശൻ ഉന്നയിച്ചു. നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ടെൻഷനൊന്നും ഇല്ലല്ലോ. സംബന്ധിച്ച് ഒരു മെറ്റീരിയൽ കാര്യമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അവർ ഗവർണറെ കണ്ട് ചില പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഗവർണറുടെ തീരുമാനം അവർ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ജനാധിപത്യ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. നിയമാനുസൃതമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതിലെ മന്ത്രി അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റിനെ അവർക്ക് ബലത്തിന്റെ ഭാഷയിലും നിയമരഹിതമായിട്ടും അതിനെ തടയാൻ കഴിയില്ല. ഇതിന്റെ നിയമവ്യവസ്ഥകളോട് പ്രതിപക്ഷം അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാക്കാൻ UDF ശ്രമിക്കും. ഞാൻ ഇന്നിവിടെ നിയമസഭയുടെ മുമ്പിൽ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ആംബിയൻസ് മാറുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ്. വലിയ ആംബിയൻസ് ഒന്നും മാറിയില്ല, പ്രതിപക്ഷത്തിന് അത്ര വലിയ ചൂടിലൊന്നും അല്ല. ശ്രീ ആസ് ബാബു, എനിക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റന്നാൾ നിയമസഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. ഇവർ ജയിക്കും. എന്താണോ ഇന്നത്തെ കക്ഷി നില, ആ നിലയിൽ ശക്തൻ കേരള നിയമസഭയുടെ സ്പീക്കറാവും. അപ്പോ അതിന്റെ ഒരു ആരവത്തിലായിരിക്കും പിറ്റേ ദിവസം മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ഇടിഞ്ഞു. ഇല്ല, ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പില് കക്ഷിനില അനുസരിച്ചിട്ട് UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് കൊണ്ട് UDFന് പ്രത്യേകിച്ച് മേന്മയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അതിനകത്ത് അല്ലേ PC ജോർജ് ഒരു കാര്യം പറഞ്ഞു. PC ജോർജ് ഒരു ചോദ്യം ചോദിച്ചു, സണ്ണി ജോസഫും ചോദിച്ചു, ഈ KM മാണിക്കെതിരായിട്ടുള്ള കേസ് തെളിഞ്ഞിട്ടുണ്ടോ, കോഴ വാങ്ങിയിട്ടുള്ളത് തെളിഞ്ഞിട്ടുണ്ടോ? ഒറ്റ കാര്യം മാത്രം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 10 ദിവസത്തേക്ക് മാത്രം കേരളത്തിൻ്റെ മുന്നിൽ രാജിവെക്കുക. 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് വരാം. ആ 10 ദിവസം രാജിവെച്ചാൽ ആ 10 ദിവസം കൊണ്ട് ഈ വിജിലൻസ് തന്നെ KM മാണിയുടെ വീട്ടിൽ നിന്നും അദ്ദേഹം മേടിച്ചിട്ടുള്ള കോഴ കണ്ടെടുക്കും. ഈ വോട്ടെണ്ണൽ യന്ത്രം കണ്ടെടുക്കും. ആ 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്നു. പ്രാധാന്യം എന്താ? ഇന്ന് വരെയും അംഗീകാരം കിട്ടാൻ പാർശ്വവൽക്കരിക്കപ്പെട്ട നാടാർ സമൂഹത്തിന്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തി എന്നതിലാണ് ശക്തൻ നാളെ കഴിഞ്ഞ് സ്പീക്കറായി ചാർജ് എടുക്കാൻ പോകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത ജോർജ് തന്നെ ഉറപ്പുവരുത്താൻ പോവുകയാണ് എൻ ശക്തൻ സ്പീക്കർ ആവുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ശിവൻകുട്ടി ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് അസംബ്ലിയുടെ ഫ്ലോറിൽ ഒരു വിശ്വാസ വോട്ടെടുപ്പാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോലും ധൈര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പിലാണ്, സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആയിഷ പോറ്റി തീരുമാനിച്ചിട്ടുണ്ട് മത്സരിക്കുകയാണ്. അതൊക്കെ ജനാധിപത്യത്തിൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിനകത്തും അതേപോലെ തന്നെ രഹസ്യ വോട്ടാണ്. കേരള കോൺഗ്രസിനകത്തും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് UDF ഗവൺമെൻറ്റിൽ വലിയ അസംതൃപ്തിയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നാളെ എണ്ണി കഴിഞ്ഞിട്ട് മാത്രമേ ശക്തനാരായണ ജയിക്കുമോ തോക്കുമെന്നൊന്നും പറയാൻ CPM അംഗങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ KM മാണി ബജറ്റ് വായന പൂർത്തിയാക്കില്ല എന്ന് വി ശിവൻകുട്ടി പറയുന്നു. എന്നാൽ നോക്കാം എന്നാണ് PC ജോർജ് ഗവൺമെൻറ് ചീഫ് വിപ്പിൻ്റെ മറുപടി. അതിന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കേരള നിയമസഭ കണ്ടിട്ടില്ലാത്ത സംഭവവികാസങ്ങൾ, ഏറ്റവും കുറഞ്ഞത് ഈ നിയമസഭാ മന്ദിരം കണ്ടിട്ടില്ലാത്ത, ഈ പുതിയ നിയമസഭാ മന്ദിരത്തിൽ വന്നതിന് ശേഷം ഈ നിയമസഭാ മന്ദിരം കണ്ടിട്ടില്ലാത്ത സംഭവവികാസങ്ങൾ നിയമസഭാ മന്ദിരത്തിനകത്തുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. ജനാധിപത്യത്തിന് കളങ്കം ഉണ്ടാകാത്ത വിധത്തിൽ ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധ സമരങ്ങൾ തുടരണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് പ്രതിപക്ഷത്തിനോട് പറയാനുള്ളത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ RS ബാബു, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ വി ശിവൻകുട്ടി, ശ്രീ PC ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിനും എഡിറ്റേഴ്സ് ഇടപെട്ടതിനും നന്ദി. താങ്ക് യു.